നമസ്കാരം. വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ വിചാരിക്കുന്ന സമയത്ത് നടക്കുന്നതാണ് ജീവിത വിജയമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിലേറെ പേരും. എന്നാൽ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കാതെ വരുമ്പോൾ വലിയ നിരാശയിൽ കൂടെ കടന്നു പോകും. പോട്ടെ, സാരമില്ല, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് ആരെങ്കിലും ഉപദേശിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം ഏതിൽ കൂടെയും കടന്നു പോകുന്നവനെ അതിൻ്റെ സുഖം അറിയൂ എന്ന് നമ്മൾ പലപ്പോഴും പലരോടും വാശിയോടെ മനസ്സിലെങ്കിലും പറയാറുണ്ട്. ഇന്നത്തെ നമ്മുടെ കഥ കുറേ വർഷങ്ങൾക്ക് പുറകോട്ടുള്ളതാണ്, എന്നാൽ എപ്പോഴും വളരെ പ്രസക്തമായതുമാണ്. ഒരിക്കൽ ഒരാൾ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അയാളുടെ ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി നല്ലൊരു ടൂർ പോകണം, യാത്ര പോകണം എന്നാണ്. അദ്ദേഹം അതിന് ഓരോ പൈസയും ശേഖരിച്ചു വെച്ചു. അപ്പോഴാണ് അറിയുന്നത് അയാളുടെ നാട്ടിൽ നിന്നൊരു യാത്രക്കപ്പൽ പോകുന്നുണ്ട് എന്ന്. ആ യാത്രക്കപ്പലിൽ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൂട്ടി പോകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അതിനായിട്ട് ചെന്ന് അതിന് പേര് രജിസ്റ്റർ ചെയ്തു. പിന്നീടുള്ള ഓരോ ദിവസവും അദ്ദേഹം ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ പണം ശേഖരിച്ചു വെച്ചു. ദിവസങ്ങൾ അടുക്കും തോറും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ ദിവസം അടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇളയ മകനെ പട്ടി കടിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ തുടർച്ചയായി ഇഞ്ചക്ഷൻ എടുക്കണമെന്നും ദൂരെ എങ്ങും യാത്ര ചെയ്യരുതെന്നും പറഞ്ഞു. അദ്ദേഹം തൻ്റെ യാത്രയെക്കുറിച്ച് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ യാതൊരു കാരണവശാലും വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യരുത് എന്ന് ഡോക്ടർ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് വല്ലാതെ സങ്കടം വന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളും മൂത്ത മകനും കൂടെ പോയിക്കൊള്ളുക, ഞാനും ഇളയ മകനും വീട്ടിലിരുന്നോളാമെന്ന്. പക്ഷേ അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുക എന്നതായിരുന്നു. അത് സാധിക്കാത്തിടത്തോളം സാരമില്ല. ഭാര്യ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് എന്ന്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത് വലിയൊരു വേദനയായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. ആ യാത്രക്കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം ആ പോർട്ടിൽ പോയി നിന്നു. യാത്രക്കപ്പൽ നീങ്ങുന്നത് നോക്കി നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. കണ്ണിൽ നിന്ന് ആ കപ്പൽ മറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഏറെക്കുറെ നിരാശ മനസ്സിലുണ്ടായിരുന്നു, തൻ്റെ ഇത്രയും വലിയ ആഗ്രഹം സാധിച്ചില്ലല്ലോ എന്ന്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പത്രവാർത്തയിൽ കൂടി അയാൾ അറിയാനിടയായി, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഐസ്ബർഗിൽ ഇടിച്ച് ഈ കപ്പൽ പൂർണ്ണമായും തകർന്നുവെന്നും കപ്പലിൽ യാത്ര ചെയ്തവരെല്ലാം തന്നെ മരിച്ചുപോയെന്നും. അദ്ദേഹത്തിൻ്റെ സങ്കടത്തിൽ നിന്ന് വലിയൊരു ഞെട്ടലിലേക്കാണ് അത് മാറിയത്. താനും തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും ഈ കപ്പലിൽ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് തൻ്റെ ഭാര്യയെയും മക്കളെയും നഷ്ടപ്പെടുമായിരുന്നു. ഞങ്ങൾ എവിടെയോ ഒലിച്ച് ഇല്ലാതെയായി പോകുമായിരുന്നു. എല്ലാത്തിനെയും അതിൻ്റേതായ സമയമുണ്ട് ചേട്ടാ എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുപക്ഷെ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ച് കാണും. ഈ 2020 ഒരുപാട് പ്രതീക്ഷകളുടെ വർഷമായിരുന്നു. 2020 അടിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതെ വന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. അല്ലെങ്കിൽ എല്ലാം അതിൻ്റേതായ സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ, അങ്ങനെ മാത്രമേ നടക്കാവൂ. ഭാവിയിൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇപ്പോൾ എൻ്റെ ഈ കാര്യം നടക്കാത്തത്. നടക്കേണ്ടതുപോലെ നടക്കേണ്ട സമയത്ത് നടക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറും. ആയതിന് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.